നമസ്കാരം. മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി മലയാള സിനിമയിലേക്ക് കടന്നുവരുന്നത്. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ റോഷൻ ആൻഡ്രൂസ് ചിത്രം നോട്ട്ബുക്കിലും മികച്ച പ്രകടനമായിരുന്നു പാർവതി കാഴ്ചവെച്ചത്. പിന്നീട് തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും നിരവധി കഥാപാത്രങ്ങളുമായി പാർവതി എത്തി. 2005 പുറത്തിറങ്ങിയ അഞ്ജലി മേനോൻ ചിത്രം ബാംഗ്ലൂർ ഡേയ്സിലൂടെയാണ് പിന്നീട് കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ പാർവതിക്ക് ലഭിക്കുന്നത്. പൃഥ്വിരാജിനൊപ്പം ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ കാഞ്ചനമാലയായി ഗംഭീര പ്രകടനമായിരുന്നു പാർവതി കാഴ്ചവെച്ചത്. ഇപ്പോഴിത് തന്റെ കരിയറിന്റെ തുടക്കകാലത്തെക്കുറിച്ച് പറയുകയാണ് പാർവതി തിരുവോത്ത്. തന്റെ കരിയറിന്റെ തുടക്കത്തിലെ 7 വർഷം ഒരു സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നില്ലെന്നും അപ്പോൾ അടുത്ത സിനിമ എപ്പോൾ വരുമെന്നും ബില്ല് എങ്ങനെ അടയ്ക്കുമെന്നുള്ളതൊക്കെയായിരുന്നു ചിന്തയായിരുന്നെന്ന് താരം പറയുന്നു. എന്നാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തേടിയെത്തിയത്. എന്നാൽ ഇപ്പോൾ തനിക്ക് ഇത്തരം വേഷങ്ങൾ മാത്രമാണ് വരുന്നതെന്നും മറ്റു വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നും താരം പറയുന്നു. ഇപ്പോഴിതാ തനിക്ക് ഇനിയും പ്രണയ ചിത്രങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാർവതി. താൻ എല്ലാ അഭിമുഖങ്ങളിലും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടെന്നും കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും സറ്റയർ ആണെങ്കിലും അവസരം കിട്ടിയാൽ താൻ ചെയ്യുമെന്നും പാർവതി പറയുന്നു. 18 വർഷത്തെ സിനിമാഭിനയത്തിലൂടെ പ്രശംസനീയമായ വേഷങ്ങളാണ് പാർവതി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അതേസമയം റൊമാന്റിക് കോമഡി ചിത്രങ്ങൾ തനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും അത്തരം വേഷങ്ങളുമായി ആരും സമീപിക്കുന്നില്ലെന്നും പല ഇന്റർവ്യൂകളിൽ പാർവതി നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് ഓഡിഷൻ ചെയ്യുമോ എന്ന് പല ഇന്റർവ്യൂവിലും ക്യാമറ നോക്കി പറഞ്ഞിട്ടുണ്ട്. ഗരീബ് ഖരീബ് സിംഗിൾ പോലും റോംകോം ആയിട്ടാണ് എടുത്തത്. എന്നാൽ ഇപ്പോൾ അത്തരം സിനിമകൾ വരുന്നില്ല. എനിക്കിപ്പോൾ റൊമാൻസ് പോലും കിട്ടുന്നില്ല. എനിക്കൊന്ന് പ്രണയിക്കണം ഹേ സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിനിടെ പാർവതി പറയുന്നു. എന്തായാലും കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ആക്ഷേപഹാസ്യമാണെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. അത്തരം വേഷങ്ങൾ അധികം കിട്ടാത്തത് കൊണ്ട് എനിക്ക് അതിലുള്ള സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്ന് കരുതി ഡ്രാമയോട് എനിക്കൊരു വിരോധവുമില്ല. ഞാൻ അതെല്ലാം നന്നായി ആസ്വദിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്, പാർവതി കൂട്ടിച്ചേർത്തു. സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പാർവതിക്കുള്ള മെയ്വഴക്കം പറയാതിരിക്കാൻ വയ്യ. ഉള്ളൊഴുക്കിലെ മികച്ച പ്രകടനം ഇതോടെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ ഉർവശി എന്ന അഭിനേത്രിയുടെ അസാധാരണ പ്രകടനവും ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചിത്രത്തിലുടനീളം ഉർവശി മാജിക് ആണ് സംഭവിക്കുന്നത്. നിരവധി ലെയറുകളുള്ള അഞ്ജു എന്ന കഥാപാത്രമായാണ് പാർവതി ഉള്ളൊഴുക്കിൽ അഭിനയിക്കുന്നത്. 18 വർഷത്തെ അഭിനയത്തിനിടെ തന്നെ ഏറ്റവും പേടിപ്പിച്ച കഥാപാത്രമാണ് അഞ്ജു എന്നും ആ കഥാപാത്രത്തെ എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു എന്നും പാർവതി തുറന്നു പറയുന്നുണ്ട്. മാത്രമല്ല ആദ്യം ആ കഥാപാത്രത്തോട് ഞാൻ നോ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടാണ് മാനസികമായി അതിനുവേണ്ടി തയ്യാറായതെന്നും പാർവതി പറയുന്നുണ്ട്. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ദേശീയ അവാർഡിൽ ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ നേടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പിന്നെയും നിരവധി അവാർഡുകൾ താരം നേടിയിട്ടുണ്ട്. എങ്കിലും വിവാദങ്ങൾ എന്നും പാർവതിയെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ചില തുറന്നു പറച്ചിലുകൾ കൊണ്ട് പല അവസരങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ അതിൽ ഇതുവരെ കുറ്റബോധം തോന്നിയിട്ടില്ല എന്നും മുമ്പൊരിക്കൽ പാർവതി സമ്മതിച്ചിരുന്നു. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് പാർവതിയുടെ ഏറ്റവും പുതിയ ചിത്രം. പാർവതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് ഉള്ളൊഴുക്കിലെ അഞ്ജു എന്ന കഥാപാത്രം.